തലയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചെന്ന് ആശുപത്രി അധികൃതർ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പ്രധാനമായി നമുക്കറിയാൻ കഴിയുന്നത് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നടക്കം വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം മറ്റ് നടപടികൾക്കായി കോലഞ്ചേരിക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? മനു, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസ്തിഷ്കത്തിന്റെ പൂർണ്ണമായും മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം നിലച്ച ഒരു സാഹചര്യമാണ് കുട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കുട്ടിയുടെ ആന്തരികാവയവങ്ങൾക്കും സാരമായ പരിക്കുകളുണ്ട്. എയർ ലീക്ക് ഉൾപ്പെടെയുള്ള തരത്തിലുള്ള പരിക്കുകൾ കുട്ടിയുടെ ശ്വാസകോശത്തിനും സംഭവിച്ചതിനാൽ കുട്ടിക്ക് സ്വന്തമായി ശ്വാസം എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. രക്തസമ്മർദ്ദവും നിയന്ത്രണാതീതമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതും മരുന്നുകൾ ഉപയോഗിച്ച് തന്നെയാണ് കുട്ടിയുടെ രക്തസമ്മർദ്ദവും നിയന്ത്രിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ബാക്കിയുള്ള ആന്തരികാവയവങ്ങൾ ഒന്നും തന്നെ പുരോഗതി കാണിക്കുന്നില്ല. അതുപോലെ രക്തസമ്മർദ്ദം, തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. കൂടാതെ തലയോട്ടി തകർന്ന ഒരു സാഹചര്യവും കുട്ടിക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിക്കും കുട്ടിക്കുണ്ട്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രമാണ് കുട്ടി ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്റർ നീക്കം ചെയ്യുന്ന പക്ഷം മസ്തിഷ്ക മരണവും തുടർന്ന് മരണവും സ്ഥിരീകരിക്കാൻ സാധിക്കും. എന്നാൽ ഇക്കാര്യം ആശുപത്രിക്ക് സ്വന്തമായി ചെയ്യാനാകാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ന്യൂറോ സർജനും ന്യൂറോളജിസ്റ്റും അതുപോലെ പീഡിയാട്രീഷ്യനും ഉൾപ്പെടുന്ന ഒരു സംഘം ഇപ്പോൾ കോലഞ്ചേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെത്തി ചികിത്സകളും അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യനിലയും പരിശോധിക്കും. തുടർന്ന് തൃപ്തികരമല്ലാത്ത സാഹചര്യമെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കുട്ടിയുടെ അമ്മയോടും അതുപോലെ മറ്റു ബന്ധുക്കളോടും സംസാരിച്ച ശേഷം അവരുടെ തീരുമാനം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വെന്റിലേറ്റർ നീക്കം ചെയ്യുകയും മരണം സ്ഥിരീകരിക്കുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നലെ തൊട്ട് കേരളം ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ ഒരു നല്ല ഒരു വാർത്ത ലഭിക്കുമെന്ന് കരുതിയെടുത്ത് നമുക്ക് ഇപ്പോൾ തീർത്തും നിരാശാജനകമായ ഒരു പ്രതികരണം തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഗുരുതരമായ പരിക്കായി ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് തലച്ചോറിനേറ്റ ക്ഷതം തന്നെയാണ്. ഇതേ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ തലച്ചോറിന്റെ പകുതിയോളം ഭാഗത്ത് രക്തയോട്ടം പൂർണ്ണമായും നിലച്ചിരുന്നു. ഇപ്പോൾ അത് തലച്ചോറിനെ പൂർണ്ണമായും ബാധിച്ചിരിക്കുന്നു. തലച്ചോറിലേക്ക് ഇപ്പോൾ രക്തയോട്ടം സംഭവിക്കുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് ശരീരത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ കുട്ടിയുടെ ആന്തരികാവയവങ്ങൾക്ക് യഥാക്രമം പ്രവർത്തിക്കാനോ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം കൈകാലുകൾ അനക്കുകയോ കൃഷ്ണമണി ചലിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ്. കുട്ടിയുടെ നില മെച്ചപ്പെട്ടു അല്ലെങ്കിൽ മരുന്നുകളോടോ ചികിത്സയോടോ പ്രതികരിക്കുന്നുണ്ട് എന്നതിന്റെ സൂചന. എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 48 മണിക്കൂർ ഡോക്ടർമാർ വെന്റിലേറ്ററിൽ കുട്ടിയെ നിരീക്ഷണ വിധേയമാക്കിയിരുന്നു. എന്നാൽ ഇവിടെ ഒന്നും തന്നെ കുട്ടി തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ യാതൊരു തരത്തിലുള്ള സൂചനകളും നമുക്ക് നൽകിയിരുന്നില്ല. ഇതേസമയം പ്രതിയായ അരുൺ ആനന്ദിനെ ഇന്ന് തെളിവെടുപ്പിനായി കുട്ടിയുടെ തൊടുപുഴയിലുള്ള ആ വീട്ടിലെത്തിച്ചു. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. എന്തായാലും മുട്ടം സെഷൻസ് കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡിയിലേക്കുള്ള ഒരു അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ കസ്റ്റഡി നീട്ടണമെന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കിട്ടണമെന്നോ വാദിക്കേണ്ടതില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. കാരണം പ്രാഥമിക തെളിവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി റിമാൻഡാണ് അടുത്ത ഘട്ടമായുള്ളത്. ഇനി റിമാൻഡിലേക്ക് പോയാൽ മതി എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ അസഭ്യ വർഷങ്ങളുമായി അരുണാനന്ദിനെ കാത്ത് തൊടുപുഴയിൽ ഉണ്ടായിരുന്നു. ഇവർക്കിടയിലൂടെ സുരക്ഷിതമായാണ് പോലീസ് അരുണാനന്ദുമായി എത്തി തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. എന്തായാലും മുട്ടം സെഷൻസ് കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. പിന്നെ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളുടെയും ഗവൺമെന്റ് നിയോഗിച്ച മെഡിക്കൽ അംഗങ്ങളുടെയും തീരുമാനപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനത്തിന് ശേഷം മാത്രമായിരിക്കും മരണം സ്ഥിരീകരിക്കുന്നത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ചതിന് തൊട്ടുപിന്നാലെ മലയാളികളെ വീണ്ടും അപമാനിച്ച ശശി തരൂർ. തന്റെ ഇംഗ്ലീഷ് മലയാളികൾക്ക് മനസ്സിലാകാത്തതിന്റെ കുഴപ്പമെന്ന് ശശി തരൂരിന്റെ പരിഹാസം. അതേസമയം മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച തരൂരിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ്. അങ്കലാപ്പിലായ തരൂർ പ്രതിസന്ധി മറികടക്കാനായി കോൺഗ്രസ് പ്രവർത്തകരെ കൂട്ടി മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വീകരണം സംഘടിപ്പിക്കുന്നു. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഇന്നലെ വളരെ മോശമായ ഒരു പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്ന് മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന രീതിയിൽ ഉണ്ടായത്. പിന്നീട് അതിൽ എതിർ പ്രതികരണങ്ങൾ വന്നപ്പോൾ മലയാളികളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയായിരുന്നു. തന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല മലയാളി നേതാക്കൾക്ക് എന്ന രീതിയിലൊക്കെയായി തരൂരിന്റെ പ്രതികരണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മറികടക്കാനുള്ള നീക്കങ്ങൾ
ഇവർ നടത്തുന്നുണ്ടോ? അതായത് മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ സ്വീകരണങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്നുണ്ട്. തീർച്ചയായും മനു, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ തിരുവനന്തപുരത്തും കേരളത്തിലെ വിവിധ തീരദേശ മേഖലകളിലും ശശി തരൂരിന്റെ ഈ ട്വിറ്ററുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇന്നും ആ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നും തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റുകളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അലയടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ശശി തരൂരിന്റെ ഒരു പരാമർശത്തിന്, ഒരു ട്വിറ്റർ പോസ്റ്റിന് തൊട്ട് പിന്നാലെയാണ് വീണ്ടും അദ്ദേഹം ട്വിറ്ററിലൂടെ ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയക്കാരായിട്ടുള്ള ഇടതുപക്ഷ മലയാളികൾക്ക് തന്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം, അറിവ്, വിദ്യാഭ്യാസം എന്നിവ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഞെട്ടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു വിവാദ പരാമർശം മത്സ്യത്തൊഴിലാളികളുടെ മണം അദ്ദേഹത്തിന് ഓക്കാനം വരുത്തുന്നു എന്ന രീതിയിലുള്ള വലിയൊരു പരാമർശം അവർക്കെതിരെ, മത്സ്യത്തൊഴിലാളികൾക്കെതിരെ, കേരളത്തിന്റെ സൈന്യത്തിനെതിരെ നടത്തിയതിനു ശേഷമാണ് മലയാളികളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് 1 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരുന്നത്. 1:30 കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാധ്യമങ്ങളെല്ലാം ഉള്ളത് എന്നുള്ളതാണ്. ശേഷം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും ഒരു പുതിയ വാർത്ത, മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തി മത്സ്യത്തൊഴിലാളികൾ എല്ലാം ഒന്നടങ്കം ശശി തരൂരിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ മത്സ്യത്തൊഴിലാളി മേഖലകളിലേക്ക് വാഹനത്തിൽ എത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവിടെ തനിക്കൊരു സ്വീകരണം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം 4:30 പൂന്തുറയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പൂന്തുറയിൽ ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പരാമർശം അനുവദിക്കില്ല, അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അക്കാരണത്താൽ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തുറന്നു കാണിക്കുവാൻ വേണ്ടിയാണ് തിരുവനന്തപുരത്തെ DCC ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ പൂന്തുറയിലും വിവിധ മത്സ്യമേഖലകളിലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഒരു വലിയ സ്വീകരണ പരിപാടിയിലേക്ക് പോകുവാൻ വേണ്ടി ശശി തരൂരും ഒപ്പം DCC കോൺഗ്രസ് നേതൃത്വവും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വിവാദ പരാമർശം മത്സ്യത്തൊഴിലാളികൾക്കെതിരെ നടത്തി തൊട്ടു പിന്നാലെ വീണ്ടും മലയാളികൾക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഓഖിയും പ്രളയവും ഉൾപ്പെടെ വന്നപ്പോൾ വിദേശത്തായിരുന്നു ശശി തരൂർ. ഓഖി ആഞ്ഞുവീശി നിരവധി മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടപ്പോഴും ശശി തരൂർ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് രാവിലെ പാളയം മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണ് ഉദ്ഘാടനം ചെയ്തത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ വിവിധ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു, വിവിധ മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തു. ഇന്നലെ കോഴിക്കോട്ടും കൊല്ലത്തും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വിവിധ തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധത്തിന്റെ അലയൊലികൾ എല്ലാം തന്നെ അടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, റീനുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. പാണക്കാട് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും KPCC-യെയും അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്നുവെന്ന് ലീഗ് നേതൃത്വം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന വാർത്ത ആവേശത്തോടെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം വൈകുന്നത് ലീഗ് നേതൃത്വത്തെ അമർഷത്തിലാക്കി. മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന ആശങ്ക മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ നേതൃയോഗം വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈദരലി തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCC-യെയും അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടുപോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരിലൊക്കെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നോട്ടു പോയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മുന്നണിയിലേക്ക് പടർന്നതോടെ
UDF കൂടുതൽ പ്രതിസന്ധിയിലായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം. നാളെ കർണാടകയിലെ റാലിക്ക് മുൻപായി തീരുമാനമുണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം വാരണാസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഇന്ന് ദില്ലിയിൽ തുടരുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി മത്സരിക്കുന്ന കാര്യം ചർച്ച ചെയ്തേക്കും. ഇതിൽ തീരുമാനമായാൽ നാളെ കർണാടകയിൽ നടക്കുന്ന റാലിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചനയും രാഹുൽ നൽകിയേക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യം ന്യായമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം. അതേസമയം കർണാടകയിലെ ബിധാർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കൂടുതൽ നേരം മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച സാധ്യത ഇപ്പോഴും തുറന്നുകിടക്കുന്നു. 2-ാം തീയതി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനാൽ എവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാലും 1-ാം തീയതിയോ 3-ാം തീയതിയോ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് സാധ്യത. ഇതിന്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കുന്നതിൽ പ്രിയങ്കയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുലിന്റെ നിലപാട്. പ്രിയങ്ക മത്സരിച്ചാൽ മോദിക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. MK രാഘവന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്ന് T സിദ്ദിഖ് വിട്ടുനിന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കം മൂലമാണ് വിട്ടുനിന്നത്. PV കുട്ടൻ നൽകും വിശദാംശങ്ങൾ. കുട്ടൻ, വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മണ്ഡലത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ രൂക്ഷമായി ബാധിക്കുന്ന സ്ഥിതിയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്? ഇതിന്റെ ഭാഗമായിട്ടാണോ T സിദ്ദിഖ് MK രാഘവന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നിന്ന് വിട്ടുനിന്നത്? മനു, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കോഴിക്കോട് കലക്ടറേറ്റിലെത്തി കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം തന്നെ കൂടെ ഉണ്ടാകേണ്ട DCC പ്രസിഡന്റ് T സിദ്ദിഖും മാറി നിന്നു. അദ്ദേഹം വയനാട്ടിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ടാണ് ഇവിടെ എത്താത്തതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ അതിർത്തി ഇപ്പോഴും കോൺഗ്രസിനകത്ത് പുകയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതിന്റെ പ്രതിഫലനം എന്നോണമാണ് DCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തന്നെ ഗ്രൂപ്പുകാരനായ MK രാഘവൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ മാറി നിന്നത്. മനു, ശരി. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നീട്ടി. ഒരു മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുമ്പാകെയാണ് 3 സെറ്റ് പത്രികകൾ നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കോൺഗ്രസ് എസ് നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPI നേതാവ് C രവീന്ദ്രൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി രാവിലെ IRPC സാന്ത്വന കേന്ദ്രത്തിലെയും മൈത്രി വൃദ്ധസദനത്തിലെയും അന്തേവാസികളെ കണ്ട് അനുഗ്രഹം വാങ്ങി. തുടർന്ന് കാൾടെക്സ് ജംഗ്ഷനിലെ AKG പ്രതിമയിലും സ്റ്റേഡിയം കോർണറിലെ യുദ്ധസ്മാരകത്തിലും പുഷ്പാർച്ചന നടത്തി. വടകര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി P ജയരാജൻ അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. കുട്ടൻ ചേർന്ന വിവരങ്ങളുമായി. കുട്ടൻ, എപ്പോഴാണ് P ജയരാജൻ പത്രിക സമർപ്പിക്കുക? മറ്റു വിവരങ്ങൾ എന്താണ്? മനു, വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹം അല്പസമയം മുമ്പ് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് എത്തി. 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം എത്തിയത്. നേതാക്കൾ P മോഹൻ മാഷി ഉൾപ്പെടെയുള്ളവർ
അദ്ദേഹത്തെ അനുഗമിച്ചതുപോലെ LDF-ന്റെ നേതാക്കൾ വിവിധ പാർട്ടികളുടെ LDF-ലെ ഘടകകക്ഷികളെ വിവിധ പാർട്ടികളുടെ നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വലിയ പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തകർ കളക്ടറേറ്റ് മുന്നിലേക്ക് പ്രകടനമായി എത്തിയത്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ അല്പസമയം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. CPIM നേതാവ് എളമരം കരീം MP ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അതുപോലെ തന്നെ AK ശശീന്ദ്രൻ മന്ത്രി ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു A. പ്രദീപ് കുമാറും എത്തിച്ചേർന്നത്. ശരി, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP എന്നിവർ ഉൾപ്പെടെ LDF നേതാക്കൾക്ക് ഒപ്പമെത്തി കളക്ടർ D. സജിത് ബാബു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പുവാണ് ഡമ്മി സ്ഥാനാർത്ഥി. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികകളാണ് രാജീവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. MLA-മാരായ S. ശർമ്മ, M. സ്വരാജ്, ജോൺ ഫെർണാണ്ടസ് എന്നിവരാണ് രാജീവിനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പ്രശസ്ത കഥാകൃത്ത് T. പത്മനാഭൻ കെട്ടിവയ്ക്കാനുള്ള തുക നൽകി. തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് രാജീവ് പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ എത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിന് എത്തുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന LDF-ന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ 2ാം ഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും S. രാമചന്ദ്രൻ പിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി D. രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ A. സമ്പത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി C. ദിവാകരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യവരണാധികാരിയും ജില്ലാ കളക്ടറുമായ K. വാസുകിക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങൾ. മനു, തീർച്ചയായും തിരുവനന്തപുരം മണ്ഡലത്തിലെ C. ദിവാകരൻ, തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള C. ദിവാകരൻ, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള A. സമ്പത്ത് എന്നിവരാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11:10 കൂടിയാണ് C. ദിവാകരൻ ഇവിടെ ജില്ലാ വരണാധികാരിയായ കളക്ടർ K. വാസുകിക്ക് മുൻപാകെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, LDF-ന്റെ പ്രമുഖ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നോടിയായി തന്നെ EMS പ്രതിമയിലും അതോടൊപ്പം തന്നെ അയ്യങ്കാളി സ്മാരകത്തിലും എത്തി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വലിയ പ്രവർത്തകരുടെ വലിയ അകമ്പടിയോടുകൂടി എത്തിച്ചേർന്നത്. താൻ തികച്ച വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് 100% ഈ ഒരു തിരുവനന്തപുരം മണ്ഡലം അത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് C. ദിവാകരൻ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ശശി തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തെ ട്വീറ്റ് സംബന്ധിച്ചും അദ്ദേഹം നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഇതിൽ ജനങ്ങൾ വിധിയെഴുതട്ടെ, ജനങ്ങൾ മറുപടി പറയട്ടെ എന്നുള്ളതായിരുന്നു. ഇതിനുശേഷമാണ് C. ദിവാകരന് ശേഷമാണ് 11:30 A. സമ്പത്ത്, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള A. സമ്പത്ത് എത്തി അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 3 സെറ്റുകളിലായിട്ടാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇരു സ്ഥാനാർത്ഥികളും
വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി വരും ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ വലിയ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും ഈ രണ്ട് മണ്ഡലങ്ങളിലെയും പ്രചാരണത്തിൽ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. മനു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ് പത്രിക സമർപ്പിച്ചു. ഷാജഹാൻ നൽകും വിശദാംശങ്ങൾ. ഷാജി, എപ്പോഴായിരുന്നു പത്രികാ സമർപ്പണം? വലിയ സംഘം പ്രവർത്തകരുടെ അകമ്പടിയോടെ ആവേശകരമായ അന്തരീക്ഷത്തിലായിരുന്നു പത്രിക സമർപ്പിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ അകമ്പടിയോടെ എത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. നാദാപുരത്ത് ലീഗിൽ വൻ കൊഴിഞ്ഞുപോക്ക്. 60 മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. നാദാപുരം ചെക്കിയാട് പഞ്ചായത്തിലെ ജാതിയേരിൽ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരും അനുഭാവികളുമായ 60 പേരാണ് CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ജാതിയേരി. തെറ്റായ നിലപാടുകളിലും പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ഇവർ പറഞ്ഞു. വളയം കളരിമുക്കിൽ ചേർന്ന LDF സ്വീകരണ പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് P. മോഹനൻ പതാക കൈമാറി. പരിഷ്കരിച്ച ബ്രെക്സിറ്റ് പ്രമേയവും ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി തെരേസ മേയുടെ പ്രമേയം 286-നെതിരെ 344 വോട്ടിന് പാർലമെന്റ് തള്ളി. മൂന്നാം തവണയാണ് യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാർ തള്ളുന്നത്. മുമ്പ് 2 തവണ മേയുടെ പ്രമേയം പാർലമെന്റ് വോട്ടിനിട്ട് തള്ളിയിരുന്നു. പാസായാൽ രാജിവെക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് പുതിയ കരാറുമായി തെരേസ മേ വീണ്ടും എത്തിയത്. പക്ഷേ മേയുടെ വാഗ്ദാനം പാർലമെന്റ് കണക്കിലെടുത്തില്ല. പ്രതിസന്ധി മറികടക്കാൻ തെരേസ മേയെ മറികടന്ന് മറ്റ് MP-മാർ അവതരിപ്പിച്ച പ്രമേയങ്ങളും വോട്ടിനിട്ട് തള്ളിയിരുന്നു.